നമസ്കാരം. ഭാഗവതത്തിനെ കുറിച്ച് സ്വന്തമായൊരു അവലോകനമാണ് ഞാൻ ഈ ചാനലിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഭാഗവതം തീരെ പരിചയമില്ലാത്ത സാധാരണ വ്യക്തികൾക്ക് ഭാഗവതം മനസ്സിലാക്കി എടുക്കുക അത്ര എളുപ്പമല്ല. ഒരുപാട് കാലത്തെ പ്രയത്നം വേണ്ടി വന്നേക്കും അതിന്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് കൂടി എന്തെങ്കിലും ഉപയോഗമാവണം എന്നൊരു ഉദ്ദേശം കൂടി ഇവിടെ ഉണ്ട്. അതിനൊക്കെ മുൻപ് ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ഞാനിവിടെ കാണിക്കുന്നില്ല. അത് മാസ്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങണത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ഭാഗവതം പ്രചരിപ്പിക്കാൻ, അതായത് സമൂഹത്തിൽ സോഷ്യൽ ആയി പറയാനുള്ള ഒരു ലൈസൻസ് ഒന്നും എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഒരു നോർമൽ ലൈഫും ഈ ഒരു ചാനലും തമ്മിലൊരു കണക്ഷൻ ഇല്ലാതെ പോകണം നിർബന്ധമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാനൊരു ഫുൾ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാത്തത്. ഞാനൊരു ബിടെക് ഹോൾഡറാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്. ഇപ്പോൾ ഒരു 48 ഇയേഴ്സായി. കുറച്ച് ഗൾഫിലൊക്കെ ആയിരുന്നു. പിന്നൊരു കഴിഞ്ഞൊരു 10-23 കൊല്ലമായിട്ട് കേരളത്തിൽ സ്വന്തമായി ബിസിനസ് ചെയ്തൊരു ഗൃഹസ്ഥനായി കഴിയുന്നു. ഭാഗവതവുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം പറയുകയാണെങ്കിൽ എനിക്കൊരു ഏകദേശം ഒരു 10-17-18 വയസ്സുള്ളപ്പോൾ, അറൗണ്ട് 88-89 കാലഘട്ടത്തിൽ ഒരു വിശിഷ്ട ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ആ വ്യക്തി ഒരു ലേഡിയാണ്, ഗൃഹസ്ഥയാണ്. ഭർത്താവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അവരൊരു സാധാരണ കപ്പിളാണ്, കുട്ടികളൊന്നുമില്ല. രണ്ടുപേരും വളരെ ആധ്യാത്മികമായ ഉയർന്ന നിലയിൽ ഒരു തപശ്ചര്യയിലൊക്കെ കഴിയുന്നവരായിരുന്നു. ഓൾമോസ്റ്റ് ഒരു സന്യാസ ജീവിതം നയിക്കുന്നവരായിരുന്നു. അങ്ങനെ അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ഇവരാണ് എന്നെ ഭാഗവതത്തിലേക്ക് നയിച്ചത്. അതിലെ മാതാജി തികച്ചും ഒരു തപോമൂർത്തി തന്നെയായിരുന്നു. ഒരുപാട് തപസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ മാതാജിയാണ് ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ട് ഭാഗവതം കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് വായിച്ചു തുടങ്ങിക്കോളാൻ പറഞ്ഞു. അന്ന് എനിക്ക് ഭാഗവതം എന്താണെന്ന് കേട്ടിട്ട് പോലുമില്ല. ആദ്യത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ മാഹാത്മ്യം വായിച്ചോളൂ, പിന്നെ ഭാഗവതം മാത്രം വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വെറും മൂലമാണ് തരുന്നത്, അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് വായിക്കാൻ കൂടി അറിയില്ല. അങ്ങനെ ഞാൻ വായിച്ചു തുടങ്ങി. ഒരക്ഷരം പോലും വായിക്കാൻ അറിയില്ലായിരുന്നു. കൃത്യമായിട്ട് ഒന്നും കൂട്ടി വായിക്കാനോ വായിക്കാൻ കൂടി പറ്റാത്ത ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ വായിച്ചു പോയി. പിന്നെ കുറച്ചൊക്കെ സപ്താഹം കേട്ടു. പിന്നെ ഈ സ്വാമിജിയായിട്ട് ഞങ്ങളിങ്ങനെ സത്സംഗത്തിന് ഇങ്ങനെ കൂടുമ്പോൾ സ്വാമിജി ഒരുപാട് പിടിച്ചിരുത്തി ഭാഗവതം പറഞ്ഞുതരും. അങ്ങനെ ഓരോരോ അധ്യായങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുതരും. സ്വാമിജിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറയും. ഇത് മാത്രമേ ഞാൻ ഇതാക്കിയിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഭാഗവതം ഇരുന്ന് പഠിക്കുകയെ, സംസ്കൃതം ഒട്ടും അറിയില്ല, യാതൊന്നും അറിയില്ല. ഒരു ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അങ്ങനെ കൃത്യമായിട്ടൊരു ക്വാളിഫിക്കേഷനൊന്നും എനിക്കില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ ഗുരുവിൻ്റെ സങ്കല്പം ഒന്നുകൊണ്ട് മാത്രമായിരിക്കാം എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റിയതും ഇത്രയൊക്കെ ഭാഗവതം കൊണ്ടു നടക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റിയത്. അതിൻ്റെ ചില ഗുണങ്ങളുണ്ടാവും, ചിലപ്പോൾ ചില ദോഷങ്ങളുണ്ടാവും. ഇത് കേൾക്കുന്നവരിതൊക്കെ വ്യക്തമായി മനസ്സിലാക്കുക. കോൺട്രവേഴ്ഷ്യലായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗുരുവിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഞാൻ പറയുന്നത് മുഴുവൻ ശരിയാണെന്നോ പെർഫെക്റ്റ് ആണെന്നോ വിചാരിക്കരുത്. ഇതൊരു അമച്വർ ലെവൽ ആയിട്ട് കണ്ടാൽ മതി. ഇനി ഇവിടെ ഞാനൊരു ഡിസൈൻ ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 പാർട്ടായിട്ട് 3 ഭാഗങ്ങളാണ് എൻ്റെ മനസ്സിൽ. ഒന്നൊരു സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടാവും, പിന്നെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും, പിന്നെ സൂപ്പർ സ്ക്രിപ്റ്റ്. അങ്ങനെ 3 പേരിൽ. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലെ 335 അധ്യായങ്ങൾ ഒന്ന് സൂചിപ്പിച്ച് ഇങ്ങനെ കടന്നു പോവാം. അതിൻ്റെ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് അതിലുള്ളത് വെറുതെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഒരു തുടക്കം ഒന്നും ഭാഗവതം അറിയാത്ത ഒരാൾക്ക് ഭാഗവതത്തിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാവും. ഓക്കെ, ഇതൊക്കെയാണ് കഥകളും ഇതൊക്കെ ഇരിക്കണമെന്ന്. രണ്ടാമത്തെ സ്ക്രിപ്റ്റിൽ നമ്മൾ കുറച്ചും കൂടി ശ്ലോകങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കാം.
വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളും ഋഷിവാക്യത്തിൽ കുറച്ചും കൂടി നമ്മളിങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു ഫ്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത് യഥാർത്ഥ ശ്ലോകങ്ങളിലൂടെ തന്നെ, എല്ലാ ശ്ലോകങ്ങളും അല്ല, പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൂടെ പോയിക്കൊണ്ട് ആ ഒരു ശരിക്കും ആ ഒരു സ്പന്ദനം എന്താണ് ഭാഗവതത്തിൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്കൊന്ന് നോക്കാൻ പറ്റുമോ നോക്കാം. എത്രമാത്രം നടക്കുന്നു എന്നറിയില്ല, താല്പര്യം നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും ഇടയിൽ വെച്ചിട്ട്. മൂന്നാമത്തത് സൂപ്പർ സ്ക്രിപ്റ്റിൽ ഈ വളരെ സൂക്ഷ്മമായി പലതും അതിസുന്ദരമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറേ കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ കോൺട്രഡിക്റ്ററി ആണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ കുറേ ഡൗട്ടുകൾ, ക്വസ്റ്റ്യൻസും അങ്ങനെ പലതുമായിട്ട് ഉണ്ടാവാം. അങ്ങനെ പലതും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയാണ് 3 മനസ്സിലുള്ളത്. പിന്നെ കഴിയണതും എല്ലാം സയൻറ്റിഫിക് ആയിരിക്കണം എന്നൊരാഗ്രഹമുള്ള ആളാണ് ഞാൻ. അതായത് ഒരു എന്താ പറയുക, ഈ ആധ്യാത്മിക സീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം കാണുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ ഹയർ സ്പിരിച്വാലിറ്റിയാണ് ഒരു സയൻറ്റിഫിക് പ്രോഗ്രാം. ഡിസ്കവറി ചാനലിലോ നാഷണൽ ജിയോഗ്രഫിക്കിലോ BBC-യിലോ നമ്മളൊരു പ്യുവർ സയൻറ്റിഫിക് പ്രോഗ്രാം കാണുമ്പോൾ ഉണ്ടാവുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലാതെ കുറേ ഇങ്ങനത്തെ സീരിയലും അതിലൊന്നും വലിയ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതിനേക്കാൾ എത്രയോ ഉഗ്രനാണ് ഈശ്വരനെക്കുറിച്ചുള്ള മഹാത്മ്യം മനസ്സിലാവുക ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോഗ്രാംസിലൂടെയാണ്. അതുകൊണ്ട് സയൻസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്നത്ര ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം കൂടി ഉണ്ട്. നോക്കാം എത്രമാത്രം നടക്കുന്നത്. ഇതാണൊരു ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്ക് യു.